ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനോ എപ്പിസോഡ് നമ്പർ 13. അപ്പോൾ 13 എപ്പിസോഡായി. അപ്പം കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടി. ഓൾമോസ്റ്റ് ഒരു 200 വ്യൂസ് ആ റേഞ്ച് കിട്ടുന്നുണ്ട്, ഇട്ടപാടം കിട്ടുന്നുണ്ട് കേട്ടോ. കാണുന്ന ഒട്ടുമിക്ക പേരും, അതായത് ഒരു 100-ലൊരു 30 പേരെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത ഒരു വീഡിയോസ് കാണുന്നുണ്ട്. അതായത് ഒരു 30%ഓളം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തവർ കാണുന്നുണ്ട്. അപ്പം ആദ്യമായിട്ട് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 7K സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒപ്പീനിയനൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് പറയാനുള്ളത്, ഫ്ലിപ്കാർട്ട് ഓരോ ദിവസം ഓരോരോ കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. ഇപ്പം എന്താ പുതിയ ഒരു സംഭവം വന്നു. അതായത് ഇനി ഒരു സാധനം റിട്ടേൺ ചെയ്യണമെങ്കിൽ 50 രൂപ അവർ ചാർജായിട്ട് പിടിക്കുന്നുണ്ട്. ഇതിന് മുമ്പേ 20 രൂപ മറ്റേ ക്യാൻസലേഷൻ ഫീ എന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നുണ്ട്. പിന്നെ CODക്ക് ഓൾറെഡി ഒരു 7 രൂപ അങ്ങോട്ട് വാങ്ങുന്നുണ്ട്. അത് കണ്ടിട്ട് ആമസോൺ അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം എന്താ അടുത്ത് റിട്ടേണിന് 50 രൂപ വേണമെന്നുള്ളത്. ഓൾറെഡി മീഷോയിലൊക്കെ നമുക്കൊരു സാധനമൊക്കെ വാങ്ങുന്ന സമയത്ത് ഇത്ര പൈസ കുറവുണ്ടാവും. അതായത് ഇപ്പോൾ UPI പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര കുറയും. അതുപോലെ തന്നെ എന്തെങ്കിലും റിട്ടേൺ ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പോൾ എന്തെങ്കിലും ആ സാധനം വാങ്ങിച്ച സാധനത്തിന് എന്തെങ്കിലും കംപ്ലൈൻറ്റോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചാർജ് ചെയ്യുന്നില്ല എന്ന ആ ഒരു സംഭവം, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് മീഷോയിൽ. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയും ഓക്കെയാണ്. ഇത് ഇവിടെ എന്തായാലും ഇവർ, അതായത് ഇപ്പോൾ ഒരു വാങ്ങിച്ച സാധനം മാറിപ്പോയാലോ എന്താണെങ്കിലും 50 രൂപ റിട്ടേൺ എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇപ്പം അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പം 50 രൂപ നിങ്ങൾ വാങ്ങിച്ചിട്ട് അതിന് ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ 50 രൂപ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഇനി കസ്റ്റമർ കെയറൊക്കെ വിളിച്ച് ചോദിക്കേണ്ടി വരും സംഭവം എങ്ങനെയാണെന്നുള്ളത്. അപ്പം ആ ഒരു സംഭവം ഫ്ലിപ്കാർട്ട് വരുന്നുണ്ട്. ഇനിയിപ്പം അടുത്ത ദിവസം എന്താണോ പുതുതായിട്ട് ഫ്ലിപ്കാർട്ട് കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന അറിയില്ല. ഇതുവരെ ഈ ഒരു സംഭവമാണ് ഉള്ളത്. ഓരോ ദിവസം തോറും ഫ്ലിപ്കാർട്ട് ഇങ്ങനെ ഓരോരോ സംഭവമായിട്ട് വരുന്നുണ്ട്. ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവം. പിന്നെ കോപ്പി അടി, അതായത് ഐഫോണൊക്കെ കോപ്പി അടിച്ചിട്ട് ഒരുപാട് ഫോൺസിൻ്റെ ഡിസൈൻ ആൻഡ്രോയിഡിലൊക്കെ വരാറുണ്ട്. ഇപ്പം iPhone 16 ഇറങ്ങിയല്ലോ, അതിൻ്റെ ഡിസൈൻ ഇതുവരെ ഒരു ആൻഡ്രോയിഡ് ഫോണിൽ അങ്ങനെ കണ്ടിട്ടില്ല. കാരണം ഇപ്പം ഇറങ്ങിയതാണല്ലോ. പക്ഷേ വരുന്നുണ്ട് പോക്കോയുടെ 2 ഫോൺസ്, പോക്കോയുടെ X7ഉം X7 Proയും. അതിൽ X7 Proയുടെ ഡിസൈൻ എന്നൊക്കെ പറയുന്നത് ഓൾമോസ്റ്റ് ആ ഒരു ക്യാമറ സെറ്റപ്പ് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്, ഓൾമോസ്റ്റ്. പിന്നെ അതിൻ്റെ കളർ വേരിയൻറ്റ് കാണുമ്പോൾ മറ്റേ റിയൽമിയുടെ നാസോ 70 ടെർബോ അത് തന്നെയാണെന്നല്ല, എന്തായാലും ടെർബോ എന്നൊരു മോഡലുണ്ട്. അതിൻ്റെ ആ ഒരു യെല്ലോ ബ്ലാക്ക് ആ ഒരു കളർ വേരിയൻറ്റും ഇതിനും വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഫോൺ, ഒരു iPhone 16 ലുക്കുള്ള ഫോൺ. പിന്നെ X7 Proനാണ് ഐഫോണിൻ്റെ ഡിസൈൻ. X7 ഉണ്ട്, അതിൻ്റെ ഡിസൈൻ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഇറങ്ങിയ റെഡ്മിയുടെ Note 14 ഉണ്ടല്ലോ, Note 40 Proയുടെ ഡിസൈൻ ഓൾമോസ്റ്റ് ആ രീതിയിലുള്ള ക്യാമറ മൊഡ്യൂളൊക്കെ വരുന്നുണ്ട്. കളർ വേരിയൻ്റ് ആ യെല്ലോ ബ്ലാക്ക് ഇതിനും വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഡിസൈനാണ് കേട്ടോ ഇതിന് വരുന്നത് ഇപ്പോൾ ലീക്സൊക്കെ അനുസരിച്ചിട്ട്. അപ്പോൾ വന്ന് ഓപ്പോക്കൊക്കെ ഇങ്ങനെ കോപ്പി അടിച്ചിട്ടൊക്കെ ഒരുമാതിരിയായി. ഐഫോണൊക്കെ സെയിം ആണോ, iPhone 16 സെയിം ഡിസൈനാണ് മറ്റേതിന് വരുന്നത്. മറ്റേത് പിന്നെ ഒരു കോമൺ ആയിട്ട് ഡിസൈനാണെന്ന് പറയാം. ഓൾറെഡി ബാക്കിയുള്ള പോക്കോ അല്ലെങ്കിൽ എല്ലാവരും കോപ്പി അടിക്കുന്ന സംഭവം തന്നെയാണ്. പക്ഷേ അത് ഫസ്റ്റായിട്ട് വന്നത് പോക്കോ ഫോണിലാണെന്നേ ഉള്ളൂ. പിന്നീട് നമ്മുടെ റിയൽമിയുടെ X7 ഉണ്ടല്ലോ, അതായത് 50K അണ്ടറിൽ IP69 റേറ്റിംഗ് ഒക്കെ ഉള്ള ഫോൺ. അതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അതായത് 6000 mAh ബാറ്ററി വരുന്നുണ്ട്, 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും വരുന്നുണ്ട്. ഇപ്പം ഇറങ്ങിയ 2 കാര്യം ഓക്കെയാണ്. 15,000 രൂപ റേഞ്ചിൽ. കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നു, അതായത് മറ്റേ ഓപ്പോ പോലെ IP69 മാത്രം കൊടുത്ത് ബാക്കിയൊക്കെ തന്നെ ഒന്നും ഇല്ലാത്ത അവസ്ഥയായിരിക്കും ഈ ഒരു ഫോൺ എന്നുള്ളത്. പക്ഷെ അത് ഓപ്പോ ആണ്. റിയൽമി അത്ര ചെറ്റത്തരം ആ ഒരു തൊട്ടിപ്പരിപാടി കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരു ഡീസൻറ്റ് സ്പെക്ക് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഒന്നെല്ലാം, കാരണം എല്ലാം ഒരു പ്രൈസ് റേഞ്ചിൽ എല്ലാം ബെസ്റ്റായിട്ട് എന്തായാലും ഒരു ഫോൺ എന്തായാലും കൊടുക്കാൻ വേണ്ടി പറ്റൂല. ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, കാരണം IP69 ഒക്കെ കൊടുക്കുന്ന സമയത്ത്. പക്ഷേ അത് ഏത് റേഞ്ചിലാവും എന്നുള്ളതാണ് നോക്കേണ്ടത്. എന്തായാലും പെർഫോമൻസ് ചിപ്സെറ്റ് ഒന്നും അത്ര പവർഫുൾ ആയിരിക്കില്ല. എന്തായാലും ക്യാമറ ആണെങ്കിലും ഇങ്ങനെ ഈ സംഭവം കൊടുക്കുന്ന സമയത്ത് നോക്കാം. എന്തായാലും അടുത്ത വീക്കിൽ ലോഞ്ച് ഉണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് നോക്കാം ഈ ഫോൺ എങ്ങനെയുണ്ട് എന്നുള്ളത്. പിന്നെ സാംസങ്ങിൻ്റെ ഗാലക്സി S25 സീരീസിൻ്റെ ലോഞ്ച് ഇവൻറ്റ് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. അതായത് നെക്സ്റ്റ് മന്ത് 20th ലോഞ്ച് ആയിട്ടുള്ളത്. അതായത് ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ അല്ല, 3rd വീക്കിലേക്കൊക്കെ തന്നെ വന്നിട്ടുണ്ട്. 3rd വീക്കല്ലേ?
തേർഡ് വീക്കിലൊക്കെ തന്നെ വന്നിട്ടുണ്ട്. സോ ഒഫീഷ്യലല്ല, എന്നാലും അടുത്ത് തന്നെ അത് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്യും. എന്നാലും 20-ാം തീയതിയാണ് 25 സീരീസ്. ഇതേ സമയത്താണ് തോന്നുന്നു OnePlus 13 ലോഞ്ച് ഇവൻറ്റ് എന്നും പറയുന്നുണ്ട്. അതും ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല. അതും അടുത്ത മാസം തന്നെയാണ് ഉണ്ടാവുന്നത്. ഇത്ര 20-ാം തീയതി വരെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് മുമ്പേ എന്തായാലും ഉണ്ടാകും. കാരണം ഓൾറെഡി അവർ കമ്മിങ് സൂൺ എന്നൊക്കെ പറഞ്ഞു ഓൾറെഡി അവർ പേജും കാര്യങ്ങളൊക്കെ തന്നെ ആമസോണിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്രത്തോളം പോകാനുള്ള ചാൻസ് ഇല്ല. എന്തായാലും അതിന് മുമ്പേ ഉണ്ടാകാനുള്ള ചാൻസ് എന്തായാലും ഉണ്ട്. പിന്നെ റിയൽമിയുടെ ഒരു ബഡ്സ് ഇയർഫോൺ, റിയൽമി ബഡ്സ് 3, അതായത് നോർമലായിട്ടുള്ള വയർഡ് ആയിട്ടുള്ള ഇയർഫോൺ. പക്ഷേ അതിൽ നമുക്ക് ടൈപ്പ് സി ആട്ടോ വരുന്നത്. കാരണം ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ഫോണും ടൈപ്പ് സി ആണല്ലോ ഉള്ളത്. 3.5 മോഡ് ജാക്ക് ബഡ്ജറ്റ് റേഞ്ച് ഫോൺസിൽ മാത്രമേ വരാറുള്ളൂ. ഒരു 600 രൂപയുടെ സാധനം ഓൾറെഡി പണ്ടോട്ടേ ഉള്ളൊരു സംഭവമാണ്. പക്ഷെ അതൊക്കെ 3.5 മോഡിയോ ജാക്കാണ് ഉണ്ടായത്. പക്ഷെ ഇപ്പം ടൈപ്പ് സി ആയിട്ട് വന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ. അല്ലാതെ വലിയ പുതുമയൊന്നുമില്ല, വയർഡ് ആയിട്ടുള്ള ഇയർഫോണാണ്. പക്ഷേ ഇത് iPhone 16 അല്ലെങ്കിൽ സാംസങ് ഡിവൈസിലോ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഇഷ്യൂ വന്നിട്ടുണ്ട്. സോ അതും കൂടെ നോക്കുക. നിങ്ങൾ വാങ്ങുന്ന ഫോണിൽ റിയൽമിയിലൊക്കെ എന്തായാലും സപ്പോർട്ടാവും. ബാക്കിയുള്ള ബ്രാൻഡിൻ്റെ ഫോൺസിൽ സപ്പോർട്ട് ചെയ്യുമോ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം പോയിട്ട് വാങ്ങാം. വയർഡ് ഇയർഫോണാണ്, വലിയ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. ഞാനൊക്കെ എത്ര വർഷം മുമ്പ് വാങ്ങിച്ച ഈ റേഞ്ചിലുള്ള റെഡ്മിയുടെ ഇയർഫോൺ ഉണ്ടായിരുന്നു. ഇപ്പോഴും സ്റ്റിൽ അത് വർക്കിംഗ് ആണ്. ആകെ അതിൻ്റെ കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ വയറിൻ്റെ ആ ഒരു എഡ്ജൊക്കെ കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ വരാറില്ല. വലിയ കംപ്ലൈൻ്റ് ഒന്നും വയർഡ് ഇയർഫോൺ വരാറില്ല. നോർമലായിട്ടുള്ള ക്വാളിറ്റി എന്തായാലും അതിൽ ഉണ്ടാവുള്ളൂ. സോ 600 രൂപയ്ക്ക് അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ടാവും. ഞാൻ സൗണ്ട് ക്വാളിറ്റി കാര്യത്തിലാണ് പറയുന്നത്. ബാക്കിയുള്ള ക്വാളിറ്റി അത്യാവശ്യം നല്ലതുണ്ട്. കാരണം 600 രൂപക്കെന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം വലുതായി. കാരണം അതിന് ഇവിടെ 100 രൂപയ്ക്ക് വരെ സാധനം കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ 600 രൂപയ്ക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ എന്തെല്ലാം കിട്ടുന്നതായിരിക്കും. പിന്നീട് പോക്കോയുടെ M7 Pro ഉണ്ടല്ലോ, അടുത്ത ആഴ്ച ലോഞ്ച് ചെയ്യുന്ന ഫോണാണ്. ഇതിൻ്റെ ഓൾമോസ്റ്റ് സ്പെസിഫിക്കേഷൻസ് ഒക്കെ തന്നെ അവിടെ റിവീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD AMOLED ആയിട്ടുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നീട് മറ്റേ Dimensity 7025 Ultra എന്ന ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. പിന്നെ സോണിയുടെ LYT600 എന്ന ഒരു 15 MB പ്രൈമറി ക്യാമറ, 20 MB സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. ബട്ട് ഇതേ സെയിം സ്പെക്കാണോ ഇപ്പം ഈ വീക്ക് ലോഞ്ച് ചെയ്ത റെഡ്മി നോട്ട് 14 ഉള്ളത്? അതായത് 19,000 രൂപ റേഞ്ചിൽ വരുന്ന ഫോണിൽ ഇതേ സെയിമാണ്. ഡിസ്പ്ലേ വൈസ് സെയിമാണ്. പെർഫോമൻസും ബാക്കി ക്യാമറ സെൻസറും എല്ലാം ഇതേ സെറ്റപ്പാണ് അതിനുണ്ടായത്. അപ്പോൾ എല്ലാം കോപ്പി ആവുമോടെ അവസാനം വന്ന് സ്പെക്കൊക്കെ ഇതുവരെ ഇറങ്ങിയതെല്ലാം സെയിമാണ് സ്പെക്ക്. ഇനി ബാറ്ററി കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. സോ ആ ഒരു ഫോൺ അടുത്ത വീക്ക് ലോഞ്ച് ചെയ്യുന്നുണ്ട്, നമുക്ക് നോക്കാം. പിന്നെ അതിൻ്റെ ഒന്നിച്ച് തന്നെ പോക്കോയുടെ പേര് മറന്നു, ഒരു 7,000 രൂപ ആ റേഞ്ച് അണ്ടറിൽ വരുന്ന 8,000 രൂപ റേഞ്ചിൽ വരുന്ന മറ്റൊരു ഫോൺ വരുന്നത്. സ്നാപ്ഡ്രാഗൺ 4S Gen 2 ഒക്കെ വരുന്ന ചിപ്സെറ്റ് വരുന്ന ഫോൺ, അതും ആ സമയത്ത് തന്നെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മെയിനായിട്ട് പറയാനുള്ളത്. ബാക്കി കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യും. കാരണം ഇത്രേ ഇന്ന് വന്നിട്ടുള്ളൂ, ബാക്കി വേറെ ഒന്നും വന്നിട്ടില്ല. കാരണം ചിലർ കമൻറ്റ് ഇടുന്നത് ഫോണിനെ മാത്രം പറ്റി പറയല്ല, ബാക്കിയുള്ള കാര്യങ്ങൾ പറയാന്നുള്ളത്. ബാക്കി അങ്ങനെയൊന്നും വന്നിട്ടില്ല ഇതുവരെ. വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ ഒപ്പീനിയനാണ് ഏറ്റവും വലുത്. കാരണം ഒരു വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. 7,000 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. അടുത്തന്നെ എന്തായാലും ആവുന്നതായിരിക്കും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.